ഞാനൊരു ചോദ്യത്തോടുകൂടി തുടങ്ങുകയാണ് ഡോക്ടർ ഐസക്കിനോട്. അപ്പോൾ 60കളിൽ ഭൂപരിഷ്കരണം ഉണ്ടാവുകയുണ്ടായി. ആദ്യത്തെ വിപ്ലവകരമായിട്ടുള്ള കേരളത്തിലെ ഒരു നീക്കമായിരുന്നു. അപ്പോൾ അതിനുശേഷം 80കളിൽ സാക്ഷരതാ മിഷൻ, അല്ലെങ്കിൽ 90കളിൽ പീപ്പിൾസ് പ്ലാനിങ്, ജനകീയ ആസൂത്രണം, ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് അങ്ങാണല്ലോ. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന വിജ്ഞാന കേരളം അല്ലെങ്കിൽ നോളജ് എക്കോണമി മിഷൻ പദ്ധതിയെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനായിട്ട്, ജനാധിപത്യവൽക്കരിക്കാനായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്? ദ ബേസിക് ഐഡിയ ഈസ് വെരി സിമ്പിൾ. എന്താ കേരളത്തിന് ഇന്നത്തെ ചലഞ്ച്? നമ്മുടെ യുവതക്ക് അവരുടെ പ്രതീക്ഷ അനുസരിച്ചുള്ള തൊഴിൽ ഈ നാട്ടിലുണ്ടാവുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ശരാശരി പൗരൻ്റെ ക്ഷേമമൊക്കെ വളരെ ഉയർന്നതാണ്. ദാറ്റ്സ് ഓൾ അക്സെപ്റ്റഡ്. പക്ഷെ ഇപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിത്തം തന്നെ വിദേശത്താക്കുന്ന അവസ്ഥയിലേക്ക് കേരളം വന്നിരിക്കുക. നോട്ട് ദാറ്റ് അവർ പോകുന്ന കോളേജിലൊക്കെ വിദ്യാഭ്യാസത്തിൽ കേം പോകണമെന്നുള്ളതുകൊണ്ടല്ല, ബട്ട് അവിടെ പോയാൽ ജോലി കിട്ടാനുള്ള പ്രോബിലിറ്റി ഹയറാണ്. എന്താണ് ഇതിന് ഉത്തരം? ഇവിടെ തൊഴിലില്ലാഞ്ഞിട്ടല്ല, 30 ലക്ഷം പേരാ പുറത്തുനിന്ന് ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നത്. ആ തൊഴിലൊന്നും നമ്മുടെ അഭ്യസ്തർക്ക് പോരാ. നല്ല വരുമാനമുള്ള ഉദ്യോഗങ്ങൾ തന്നെ വേണം. ആ ക്വാളിറ്റി ജോബ്സ് എങ്ങനെ ഉണ്ടാക്കാം? ഒറ്റ മാർഗമുള്ളൂ. നമ്മുടെ സമ്പദ്ഘടനയുടെ ടെക്നോളജിക്കൽ ബേസ് അത് ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാവണം. സോ ദാറ്റ് ദ എക്കോണമി ക്യാൻ സപ്പോർട്ട് നല്ല വരുമാനമുള്ള തൊഴിലുകൾ, ഡീസൻറ്റ് ജോബ്സ്. ഇതെങ്ങനെ ചെയ്യാം? ഇത് ജനകീയ ആസൂത്രണത്തെക്കാളോ സാക്ഷരതയെക്കാളോ ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇതിൽ ഇടപെടേണ്ട ആക്ടേഴ്സ്, ഏജൻസ്, അവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വലിയ പ്രയാസം. ആരൊക്കെയാണ്? ജസ്റ്റ് 3 വെരി ബ്രീഫ്ലി. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. എങ്ങനെ? വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിലും മറ്റും. ഓക്കെ, അത് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഓർ പ്രൊമോഷൻ ഓഫ് സ്റ്റാർട്ടപ്സ് ഒക്കെ. 2, ഇവർ വരുന്നതിന് തടസ്സങ്ങൾ എന്താ? പലതുണ്ട്. ഒരു പ്രധാനപ്പെട്ട തടസ്സം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെഫിസിറ്റാണ്. നമ്മൾ മുതൽ മുടക്കിയിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചറിൽ, പിന്നോക്കമാണ്. സോ ഇറ്റ് ഹാസ് ടു ബി ഡൺ. സോ ഈ കിഫ്ബി ഉണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിൽ പണമില്ല, തികയില്ല. പുറത്തുനിന്ന് പണം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് കിഫ്ബി. നോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. ആൻഡ് തേർഡ്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം അലകും പിടിയും മാറണം. നൗ വിജ്ഞാനം പകർന്നു കൊടുത്താൽ പോരാ, പുതിയ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കണം. ഒരു ഇന്നൊവേഷൻ്റെ അന്തരീക്ഷം ഉണ്ടാവണം. ആൻഡ് ഫൈനലി, ഈ പഠിച്ച് പാസ്സായിരുന്ന കുട്ടികൾ എംപ്ലോയബിൾ ആയിരിക്കണം. ഈ സ്കിൽ ജോബുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ഇത് മാത്രമോ ജനകീയ ആസൂത്രണവും ബാക്കിയുള്ളവർക്ക് ബന്ധമുള്ളൂ. അവരെ സ്കിൽ ചെയ്യിക്കണമെങ്കിൽ, മോട്ടിവേറ്റ് ചെയ്യിക്കണമെങ്കിൽ വലിയ കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ വേണം. സ്കില്ലിംഗ് കനോട്ട് ബി അണ്ടർടേക്കൻ ബൈ സം ഏജൻസീസ് ഫ്രം എബവ്. അത് താഴത്തുനിന്ന് വലിയ കമ്മ്യൂണിറ്റി പ്രഷറും സഹായവും ഒക്കെ കൊടുത്താലേ മാത്രമേ പറ്റുള്ളൂ. സോ അതിലാണ് ഈ ജനകീയ ആസൂത്രണമൊക്കെ ബന്ധം. ബാക്കിയെല്ലാം ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് order altogether. So it's a big challenge. But I'll stop with this. Day after my budget, I had innovation economists globally, around 60-70 persons from all over the world. In fact, it started at 6 in the morning so that I could take advantage of evening in States. And we went to 12 in the night. They were amazed that a small state within a federal system could visualize, dream about a transition to a knowledge economy. ഈ ഗ്ലോബലിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊവേഷൻ എക്കോണമിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. They organized this day long seminar. So it has started to have a lot of interest outside also. Yeah, thank you.
Thank you, sir. Now, my next question is to Tony, because വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈവേഴ്സ് സെഗ്മെൻറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, അദ്ദേഹം ഇപ്പോൾ സിഗ്നിഫൈ ലൈറ്റിംഗ് കമ്പനിയാണ്, നെതർലൻഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള, അതിൻ്റെ ചീഫ് ഡിജിറ്റൽ ആൻഡ് ഇൻഫർമേഷൻ ഓഫീസറാണ്. അതിന് മുമ്പ് നിസാൻ മോട്ടോഴ്സ്, ഒരുപക്ഷെ അതായിരിക്കും കൂടുതൽ ആൾക്കാർ ഓർക്കുന്നത്, നിസാൻ മോട്ടോഴ്സിൻ്റെ CEO ആയിരുന്ന കാലത്ത് ഒത്തിരി കമ്പനികളെ നാട്ടിൽ കൊണ്ടുവരാനും ശ്രമം എടുത്തിട്ടുണ്ടല്ലോ, കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് GE, വോഡാഫോൺ, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, അങ്ങനത്തെ എക്സ്പീരിയൻസ് പല രാജ്യങ്ങളിലുള്ള ആളെന്ന നിലയിൽ ഇൻഡസ്ട്രീസ് നാട്ടിൽ വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ നോളജ് എക്കോണമി മിഷൻ, ഇപ്പം വിജ്ഞാന കേരളം എന്ന് റീബ്രാൻഡ് ചെയ്ത് വ്യത്യസ്തമായി വരുന്ന കമ്പനി, പിന്നെ പ്രോജക്റ്റിന് സുപ്രധാന ഘടകമായ ഡിമാൻഡ് അഗ്രിഗേഷൻ ജോബ്സ് കൊണ്ടുവരുന്നത്, അതിൻ്റെ ചുമതല ICT അക്കാഡമി ഓഫ് കേരളയാണ്. ICT അക്കാഡമി ഓഫ് കേരളയുടെ ചെയർമാൻ കൂടിയാണ് ടോണി തോമസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വാട്ട് യു തിങ്ക് ആർ ദി ചാലഞ്ചസ്, വാട്ട് ഹാസ് ഹാപ്പൻ സോ ഫാർ, അതിനെപ്പറ്റിയുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? നമ്മൾ ഡോക്ടർ ഐസക് പറഞ്ഞത് സ്പോട്ട് ഓൺ ആണ്, ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. ഇതിലൊരു ഡിമാൻഡ് സപ്ലൈ ഇക്വേഷനാണ് ഇവിടെ നമുക്ക് വേണ്ടിയത്. അതിൽ തന്നെ നമ്മൾ നോളജ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ്. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദ്യകാലത്ത് നമ്മൾക്ക് കാർഷിക വിപ്ലവത്തിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു റിവർ വാട്ടർ സോഴ്സിൻ്റെ സൈഡിൽ പോയിട്ട് ആൾക്കാർ കൂട്ടം കൂടി താമസിച്ച് കൃഷി ചെയ്ത്, അങ്ങനെയായിരുന്നു അന്നത്തെ ആദ്യകാലത്തെ ഇൻഡസ്ട്രി, അങ്ങനെയായിരുന്നു ആദ്യകാലത്തെ തൊഴിൽ. അപ്പം വെള്ളത്തിൻ്റെ അടുത്തേക്കായിരുന്നു തൊഴിൽ പോയത്, മോറോലെസ്. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഈ വെള്ളം സോഴ്സുകളുടെ സൈഡിൽ തന്നെ ഫാക്ടറീസ് വന്നു. കാരണം റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനും ഫിനിഷ് പ്രോഡക്ട്സ് കൊണ്ടുപോകാനും പറ്റിയത് ആ വെള്ളമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഫാക്ടറീസ് വന്നു. വീണ്ടും തൊഴിലുകൾ അതിനെ അന്വേഷിച്ചങ്ങ് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡിജിറ്റൽ എക്കോണമി അല്ലെങ്കിൽ നോളജ് എക്കോണമിയിലാണ്. അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജോലി ശരിക്കും ആളുകളെ തേടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഡോക്ടർ ഐസക് പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. കേരളത്തെ സംബന്ധിച്ചോളം ഐ ഫീൽ ഈ ഡിജിറ്റൽ എക്കോണമി കേരളം ഈസ് വെരി വെൽ പൊസിഷൻഡ്. രക്ഷപ്പെടാൻ നമുക്ക് പറ്റും. പക്ഷെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ മാറ്റിയാൽ മതി. ഒന്ന്, നമ്മൾ തൊഴിലാളികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ തൊഴിലിന് വേണ്ടി നമ്മൾ തൊഴിലിനെ സ്നേഹിക്കുന്നുണ്ടോ? തൊഴിലിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? തൊഴിലില്ലാതെ തൊഴിലാളിയില്ല, റൈറ്റ്? അപ്പോൾ അത് ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു സൈക്കി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം നിസാൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഞാൻ നിസാന് ഇവിടെ ഒരു സെൻറ്റർ കൊണ്ടുവന്നു. ഒരു കാര്യം പറയാമല്ലോ, ഒരു പ്രശ്നവുമില്ലായിരുന്നു. വളരെ ഏറ്റവും രസകരമായ ഒരു സംഭവമായിരുന്നു. ഇവിടെ 1000-800 പേര് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഹൈ എൻഡ് ജോലി, അതായത് നമ്മൾ സാധാരണ കിട്ടുന്ന ശമ്പളത്തിനെക്കാട്ടിലും 2 ഇരട്ടി ശമ്പളത്തിലോളം ഇപ്പോൾ അവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല, ഒരു സമരവുമില്ല, പ്രൊഡക്ടിവിറ്റിക്ക് ഒരു കുറവുമില്ല. നല്ല ഹൈലി ക്വാളിഫൈഡ് ടാലൻ്റ് ആൾക്കാർ. അപ്പം ഡിജിറ്റൽ എക്കോണമി കേരളത്തിൽ സക്സീഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഐ തിങ്ക് നമ്മൾ അഗൈൻ സർക്കാർ വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. സർക്കാർ കൂടാതെ എല്ലാവരും കൂടി ഇത് ചെയ്യണം. ലാസ്റ്റ് ഒരു പോയിന്റ്, നോളജ് എക്കോണമിയിൽ എന്താണ് വേണ്ടിയത്? നോളജ് എക്കോണമിയിൽ ആദ്യം വേണ്ടിയത് ടാലൻ്റാണ്. നമുക്കുള്ള കഴിവുള്ള ആൾക്കാർ. രണ്ടാമത് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, റൈറ്റ്? അത് രണ്ടാമത്തെ കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ICT അക്കാഡമി അല്ലെങ്കിൽ ASAP, എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പം ആൾക്കാർ മാത്രം പോരാ, അവരെ നമ്മൾ പഠിപ്പിക്കണം. മൂന്നാമത്, പഠിപ്പിച്ച ആൾക്കാർ അവൈലബിൾ ആയിരിക്കണം ജോലി ചെയ്യാൻ വേണ്ടി. കാരണം അവരിവിടെ പഠിച്ചിട്ട് വേറെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ അവരെ റീറ്റെയിൻ ചെയ്യണം. അതെങ്ങനെ നമ്മൾ അവരെ റീറ്റെയിൻ ചെയ്യണം? നാലാമത്, ഇവരെ എല്ലാം നമുക്ക് നിർത്താൻ പറ്റുന്ന ജോലികൾ വേണം. ജോലി ഇല്ലാതെ ഇവിടെ ആൾക്കാർ നിൽക്കില്ലല്ലോ, ആൾക്കാർ ജോലിയുള്ള സ്ഥലത്തേക്ക് മാറിപ്പോകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം ഈക്കോസിസ്റ്റത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവാർഡ്സ് വേണം. ഇവർക്ക് ലാഭകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത് എത്തിക്കാൻ പറ്റും. ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒപ്പീനിയനിൽ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എന്താണ് പറയുന്നത്, തൊഴിൽ കൊടുക്കുന്നവൻ നമ്മുടെ ശത്രുവല്ല, തൊഴിൽ കൊടുക്കുന്നവൻ നമുക്ക് തൊഴിൽ തരുന്നവനാണ്, നമ്മുടെ ടേബിളിൽ നമുക്ക് അന്നം തരുന്നവനാണ്. നമ്മൾ വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിലുള്ളൂ എൻ്റെ ഒപ്പീനിയനിൽ. കുറച്ചുകൂടി കമ്മ്യൂണിറ്റി കണക്ട്, നേരത്തെ ഐസക് സാർ പറയുകയുണ്ടായി, കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ട് നമ്മൾ ഈ പരിപാടികളും മൊബിലൈസേഷനും മറ്റും ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ചാലഞ്ചസ് കുറച്ചുകൂടെ അടുത്തറിഞ്ഞ മൊബിലൈസേഷൻ അല്ലെങ്കിൽ സ്കില്ലിംഗ്, അതാണല്ലോ വേറൊരു ഘടകം. ഒരു ഹൈ
എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ആയിട്ടിരിക്കുന്നു എന്ന ആ ഒരു പാരഡോക്സ് സിറ്റുവേഷൻ. ബാക്കി എല്ലാ ഇൻഡിസസും വളരെ ഉയർന്നിട്ടുണ്ടെങ്കിലും കേരളത്തിന്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് സ്കിൽ ഗ്യാപ്പുകളെ പറ്റി പറയാറുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഒരുപക്ഷെ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഏറ്റവും നല്ലൊരു പിക്ചർ ഉണ്ടാകുന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണനാണെന്ന് തോന്നുന്നു. അദ്ദേഹം കെ ഡിസ്ക് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ മെമ്പർ സെക്രട്ടറിയാണ്. അക്കാര്യം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നവേഷൻ ആസ് എ ഡ്രൈവർ ഫോർ ഡെവലപ്മെൻറ്റ്, ഇതാണ് കെ ഡിസ്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് മോഡലല്ല, ഇന്നവേഷൻ ലെഡ് മോഡലാണ് എന്ന കാര്യം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം. വിജ്ഞാന സമൂഹത്തിൻ്റെ മാർഗം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം 21-22 ബഡ്ജറ്റ് ഭാഗമായി നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ടോണി ഒരു വർക്കിംഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് വ്യവസായം ഇവിടെ കൊണ്ടുവരണം, ഇവിടെയുള്ള ആൾക്കാർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തു മാറ്റം കേരളത്തിലുണ്ടാവണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വപൂർണ്ണമായി തൊഴിലിനെ സമീപിക്കുക എന്നുള്ളത് കൂടി തൊഴിലാളിയുടെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. യാതൊരു തർക്കമില്ല, ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത് ബൈബിളിക്കലാണ്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആർഗ്യുമെന്റ് അതൊക്കെ ഒരുപാട് ഡിസ്കസ് ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കാരണം വർക്കിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായിട്ടുള്ള മൂല്യം പൂർണ്ണമായിട്ട് തൊഴിലാളിക്ക് കിട്ടില്ല എന്നുള്ളൊരു അടിസ്ഥാന പ്രശ്നമുണ്ട്. അത് മാറ്റിക്കൊണ്ട് വർക്ക് ഈസ് വർഷിപ്പ് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിഷയം എന്നത്തുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ആ ഡിബേറ്റിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 1-2 കാര്യങ്ങൾ, 2 പോയിന്റാണ് ബിജു ചോദിച്ചത്. ഒന്ന്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഡെവലപ്മെന്റ് മോഡലും ഒരു ഇന്നോവേഷൻ ലെഡ് ഡെവലപ്മെന്റ് മോഡലിന്റെയും പ്രസക്തിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നാളിതുവരെയുള്ള നോളജ് മിഷന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഈ പുതിയ സങ്കല്പത്തിലേക്ക് മാറേണ്ടതിന്റെ പ്രസക്തി എന്താണ്. ഈ 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ആദ്യത്തെ ഭാഗം, ഒന്ന്, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഗ്രോത്തും ഇന്നോവേഷൻ ലെഡ് ഗ്രോത്തും നമുക്ക് 2 സ്ട്രാറ്റജി എടുക്കണം. കാരണം ഡോക്ടർ ഐസക്കിന്റെ ബഡ്ജറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വൈജ്ഞാനിക വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഗ്രോത്തെ വേണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിൽ കണ്ടിന്യൂ ടു റിമെയിൻ അറ്റ് ദ ഫ്രിഞ്ചസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതൊരിക്കലും അങ്ങനെ പൊസിഷൻ എടുക്കാൻ പാടില്ല. പക്ഷെ കേരളത്തിന് ഭൗതികമായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കേരളത്തിലിപ്പോൾ ഫെറസ് മിനറൽസ് നോക്കിയാൽ കേരള ഈസ് നോവർ, നോൺ ഫെറസ് മിനറൽസ് നോക്കിയാൽ കേരള ഈസ് നോവർ, മൈനർ മിനറൽസ് നോക്കി കഴിഞ്ഞാൽ കേരള ഈസ് മാർജിനൽ, ഫ്യുവൽ മിനറൽസ് നോക്കി കഴിഞ്ഞാൽ കേരള ഈസ് നോവർ. ആകെ കൂടെ നമുക്കുള്ളത് ആറ്റമിക് മിനറൽസ് ആണ്. ആറ്റമിക് മിനറൽസ് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോട് മാത്രമേ വികസിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. വി ഹാവ് നത്തിങ്. നമുക്ക് ആകെയുള്ളത് മാൻ പവർ ആണ്. അത് കഴിഞ്ഞാൽ ലാൻഡിന്റെ കാര്യത്തിൽ 21ാം സ്ഥാനമാണ്. സോ ദിസ് പോസസ് സർട്ടൻ വെരി സീരിയസ് ഡിഫിക്കൽട്ടീസ് ഇൻ ടേംസ് ഓഫ് കേരള ഡെവലപ്മെന്റ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ഉള്ള സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ആണ് നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് ഒരു ഹോട്ട് പ്ലേറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് തരുന്നുണ്ട്. ആ ഹോട്ട് പ്ലേറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കാകെ മാതൃകയാവും, ലോകത്തിന് തന്നെ മാതൃകയാവും. അതാണ് റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിങ്ങിൽ ഊന്നിയിട്ടുള്ള ഇന്നോവേഷന്റെ പ്രസക്തി. അതാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റും വരണം. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇതാണ് ബ്രോഡായിട്ട് കെ ഡിസ്ക് മുന്നോട്ട് വെക്കുന്ന ഒരു സങ്കല്പം. വൈജ്ഞാനിക സമൂഹത്തിന്റെ ഡോക്ടർ ഐസക് മുന്നോട്ട് വെച്ചിട്ടുള്ള ചട്ടക്കൂടി നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന പ്രശ്നം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ വ്യാപൃതരായി. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ ലിറ്ററേച്ചറിൽ തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ കെ സുബ്രഹ്മണ്യം, ഡോക്ടർ ഇരുദയരാജൻ, UB ജോസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ലേബർ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിസർവേഷൻ വേജസ് വളരെ ഹൈ ആണ്. അതായത് ഒരു നിശ്ചിത തുക കിട്ടിയാൽ മാത്രമേ ഒരു പണിക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുള്ളൂ. രണ്ടാമത്തെ, കേരളത്തിലെ ലേബർ ഫോഴ്സിന്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ റിസ്ക് അവേഴ്സ് ആണ്. റിസ്ക് ഉള്ള ഒരു സാധനവും ചെയ്യാനായിട്ട് കേരളത്തിലെ ലേബർ ഫോഴ്സ് തയ്യാറല്ല. അവർ റിസ്ക് ഇല്ലാത്ത ജോലിക്ക് വേണ്ടി മാത്രമേ അവർ പോകാൻ തയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ജോബ്സിലേക്ക് പോകുന്നതിന് ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ജോബിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അത് മതി എന്നുള്ളതാണ്. മൂന്നാമത്തെ, ജോഗ്രഫിക് മൊബിലിറ്റി താരതമ്യേന കുറവാണ് കേരളത്തിലുള്ളത്.
നാലാമത്തെ സ്കില്ലിംഗ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് സ്കിൽ ചെയ്താൽ പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യം 2 പ്രാവശ്യം നോക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലേബർ ഫോഴ്സിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ചാലഞ്ച് അഡ്രസ് ചെയ്യത്തക്ക രൂപത്തിലുള്ള ഒരു മൊബിലൈസേഷൻ പ്രോസസ് കേരളത്തിൽ നടത്താൻ പറ്റിയിട്ടില്ല. ആ മൊബിലൈസേഷൻ പ്രോസസ്സിനകത്ത് ഡോക്ടർ ഐസക് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സാക്ഷരത എന്ന് പറയുന്ന ഒരു വലിയ ജനകീയ പ്രസ്ഥാനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മിഷൻ മോഡിൽ ആൾക്കാരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. സമൂഹം അത് വേണം നിശ്ചയിച്ചു. 2, ജനകീയാസൂത്രണം. കേരളത്തിലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ കൂട്ടായ്മ സൃഷ്ടിക്കണം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇക്വിറ്റിയുടെയും സസ്റ്റൈനബിലിറ്റിയുടെയും മോഡൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പുതിയ മാതൃക ഉണ്ടാവണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയാസൂത്രണത്തിന്റെ ബദൽ ഉയർന്നു വന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊരു ബദൽ നമുക്ക് ഇതിനകത്ത് അനിവാര്യമാണ്. കാരണം ഈ പ്രശ്നം സങ്കീർണമാണ്. ആൾക്കാരുടെ വിപുലമായിട്ടുള്ള തിരിച്ചറിവ് ഇതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. തൊഴിലിനെ സംബന്ധിച്ച്, തൊഴിൽ സംസ്കാരത്തെ സംബന്ധിച്ച്, മാറുന്ന ലോകത്തെ സംബന്ധിച്ച്. ടോണി പറഞ്ഞ പോലെ തന്നെ പണ്ട് ഫാക്ടറികളിലുണ്ടായിരുന്ന ജോലി ഇപ്പോൾ നമ്മൾ 3 ടയർ സിറ്റീസിലേക്കും 4 ടയർ സിറ്റീസിലേക്കും മാറി. ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഭാഗമായി ഡീസെൻട്രലൈസ് ചെയ്ത ഉൽപാദനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തില് വികസനത്തിന് ഒരു പുതിയ പാത ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അത് വലിയൊരു ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ സാധ്യമാവുള്ളൂ. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയിലേക്ക് ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം എന്നുള്ള പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫോർവേഡ് പ്ലാൻ, ഈ ഇപ്പോൾ ഒരു പുതിയ സ്ട്രാറ്റജി റീസ്ട്രാറ്റജൈസ് ചെയ്യുകയാണല്ലോ നോളജ് എക്കോണമി മിഷൻ വിജ്ഞാന കേരളത്തിലൂടെ. അതിന്റെ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ അതിനെപ്പറ്റിയുള്ള? ഐ ടുക്ക് അപ്പ് ദിസ് ചലഞ്ച് ഈ വർഷം. ഈ സർക്കാരിന് 1 വർഷം ബാക്കിയുള്ളൂ. ദാറ്റ് ഇസ് വൺ മേജർ ലിമിറ്റേഷൻ. അംബിഷൻ എന്താന്ന് പറയാം. കേരളത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ പോളിടെക്നിക്സ്, ITI ഒരു 5 ലക്ഷം കുട്ടികൾ ഫൈനൽ ഇയേഴ്സ് ആയിട്ടുണ്ട്. അടുത്തൊരു വർഷം കൊണ്ട് ഈ 500,000 5 ലക്ഷം പേര് ജോലിയിലേക്ക് നയിക്കുന്ന, നല്ല ജോലിയിലേക്ക് നയിക്കുന്ന ഒരു സ്കിൽ കോഴ്സിൽ ചേർത്ത് അവർക്ക് ജോലി ലഭ്യമാക്കാൻ പറ്റും. Now it's a big challenge. Now കോഴ്സുകളൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് മേടിക്കാം. ഓൾറൈറ്റ്, ഗവൺമെൻറ് പണമുണ്ട്. ഇപ്പം തന്നെ 4000 കോഴ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്, ഇനിയും മേടിക്കാം. ബട്ട് ചലഞ്ചുകൾ എന്താ? ഒന്ന്, ഈ കുട്ടികൾ ഇങ്ങനെ കോഴ്സ് ചേരണ്ടേ? കുതിരയെ വെള്ളത്തിനടുത്ത് കൊണ്ടുപോകാം, കുടിക്കും എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കോഴ്സ് ഉണ്ട്, പക്ഷെ കുട്ടി ചേരണ്ടേ? സോ ദേ ഹാവ് ടു ബി മോട്ടിവേറ്റഡ്. 2, ഈ ചങ്ങാതിമാർ പഠിക്കാൻ തീരുമാനിച്ചു. ബട്ട് ദെൻ ഈച്ച് വൺ ഓഫ് ദം റിക്വയർ എ മെന്റർ. അത് കോളേജിലെ മാഷന്മാരിൽ നിന്ന് മാത്രമായിട്ട് കിട്ടില്ല. അതെങ്ങനെ ചെയ്യാൻ പറ്റും? 5 ലക്ഷം കുട്ടികളാ, ഒരു 10 കുട്ടിക്കൊരു മെൻറ്റർ വെച്ചെങ്കിലും ആർക്കും മെൻറ്ററാവാൻ പറ്റില്ല. only a professional who is related to that skill course. Now ആ ചലഞ്ച് നടക്കണമെങ്കിൽ ഓരോ കോളേജിൻ്റെയും അലൂമിനി, പുറത്തുള്ളവർ, നാട്ടിലുള്ളവർ, ഇവരെല്ലാവരും തങ്ങൾ പഠിച്ച കോളേജിൽ ഇന്ന് ആ ക്ലാസ് റൂമിലിരിക്കുന്ന പയ്യന് അല്ലെങ്കിൽ കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിൽ മെൻറ്ററാവണം. ഇറ്റ് മീൻസ് ഒരു 2 ആഴ്ച കൂടുമ്പോൾ സൂമിൽ ഈ കുട്ടിയെ വിളിക്കണം, ചോദിക്കണം, സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, മോട്ടിവേറ്റ് ചെയ്യണം. ഒരു 50,000 പേഴ്സൺസ്, പ്രൊഫഷണൽസ്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് അസാധ്യമായ കാര്യം പറയണേ. ഈ ലോകത്തുള്ള മുഴുവൻ അക്കാഡമിക് മലയാളികളെയൊക്കെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആൻഡ് പ്രൊഫഷണൽസ് ആൾസോ ഹു ആർ ഇൻ
say, IT, management, and so on. So, ഇതാണ് ഇപ്പോൾ നടത്താൻ ശ്രമിക്കുന്നത്. എങ്ങനെ ഇവരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ലോകമെമ്പാടും പരന്നു കിടക്കുന്ന മലയാളികളോട്? ഹൗ ടു മോട്ടിവേറ്റ് ദം? താൻ പഠിച്ച കോളേജിന് സാധാരണ അവർ ബന്ധപ്പെടുന്നത് എന്തെങ്കിലും കെട്ടിടം പണിയാൻ വേണ്ടി സംഭാവനക്ക. അത് വിട്ടിട്ട് പുതിയൊരു കാര്യം പറയുന്നത്, ആ കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടീനെ നിങ്ങൾ മെൻറ്റർ ചെയ്യണം. അരമണിക്കൂർ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ഇവരെ ഓറിയൻറ്റേഷൻ കൊടുക്കണം എങ്ങനെയാണ് മെൻറ്റർ ചെയ്യേണ്ടതെന്ന്. തേർഡ്, കോഴ്സുകളുണ്ട്. പക്ഷേ ടോണി അഗിരിക്കുന്നു സമ്മതിക്കുമെന്ന് തോന്നുന്നു, ഇൻഡസ്ട്രിക്ക് താല്പര്യം ഉണ്ടോ ആ കോഴ്സിൽ? സോ ആദ്യം ഇൻഡസ്ട്രിക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിന് പറ്റുന്ന കോഴ്സുകൾ എടുക്കണം. ഇറ്റ് മീൻസ് ഇൻറ്ററാക്ഷൻ വിത്ത് ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇപ്പോൾ നാട്ടുകാരെ കൊണ്ടും ഇവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. ഈ മെൻറ്റർമാരെ നമുക്ക് കൊണ്ടുവരണം. ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. then it has to be operationalized. This is a daunting task, but it's something worth trying to do. ലക്ഷ്യത്തിൻ്റെ പാതി എത്തിയാലുണ്ടല്ല, ഇറ്റ് ഈസ് എ ബിഗ് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ 4 വർഷത്തെ കോഴ്സ് ആകുമ്പോൾ 3 വർഷം വലിച്ചു കിട്ടി 4 വർഷമാക്കുന്ന ഏർപ്പാടില്ലേ, അത് മാറും. ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് അവർ ഹയർ എഡ്യൂക്കേഷൻ. ആൻഡ് അത്രക്ക് വലിയ ഒരു ഇടപെടലാണ് നടത്താൻ പോകുന്നത്. സോ ഐ വിൽ സ്റ്റോപ്പ് വിത്ത് ദിസ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ മോട്ടിവേറ്റ് ചെയ്യാൻ, വി ഹാവ് സെലക്ട് സം 25,000 30,000 സ്റ്റുഡൻസ് ഫ്രം വേരിയസ് കോളേജസ്, ITS, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജസ്. ആ സെലക്ഷൻ പൂർത്തിയായി. ബിഫോർ ജൂലൈ അവർക്ക് മുഴുവൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കും. ദാറ്റ്സ് ദ വർക്ക് വി ആർ ഡൂയിങ്, എ പൈലറ്റ് പ്രൊജക്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള കുട്ടികളോടൊക്കെ പറയാം, അച്ഛനും അമ്മയോടെ പറയണ കുട്ടിയേക്കാൾ ഇവന് ഈ കോഴ്സ് പഠിച്ചാലേ ഡിഗ്രിക്ക് പഠിക്കൽ അവസാനിപ്പിച്ച് ജോലിക്ക് പഠിക്കുക. ദാറ്റ്സ് എ സ്ലോഗൻ. അപ്പം അതാണ് ഇപ്പം ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദിസ് എ ബിഗ് ചലഞ്ച്. ഇപ്പം തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഇത് പുതുമയായിരിക്കും കേൾക്കുന്നത്. But we are setting up the organization. Within 2 months, I think it will be on the roll. ഓക്കെ, കമ്മ്യൂണിറ്റി ഡ്രിവൺ എന്ന് പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ ഒരു വ്യക്തത കിട്ടി എന്താണ് സാറ് ഉദ്ദേശിച്ചതെന്ന്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പിയർസ്, അതുപോലെ തന്നെ പിയേഴ്സ്, അലൂമിനി എന്ന് പറയുന്നതോടെ തന്നെ പിയർ ലേണിംഗ്, അഫിനിറ്റി ലേണിങ്ങിനൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ടെന്നും കൂടെ മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന്, തൊഴിലധിഷ്ഠിതമായിട്ടും അല്ലാതെയും പഠിക്കുന്നതിന് നമ്മുടെ പിയേഴ്സ് അല്ലെങ്കിൽ തൊട്ട് സീനിയേഴ്സും ഒക്കെ ആയിട്ട് ഇപ്പം പഴയ പെഡഗോജി മോഡൽസ് മാറുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെസ്സേജ്, അല്ലേ? ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിനനുസരണം എന്ന് പറയുമ്പോൾ വേറൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നത്, കോർപ്പറേറ്റ് ഡ്രിവൺ ഇന്നോവേഷൻ്റെ ഒരു റിസ്ക് ഇല്ലേ? നമ്മുടെ നാടിൻ്റെ റിയൽ വേൾഡ് പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് മാച്ച് ചെയ്യണമെന്നുണ്ടോ കോർപ്പറേറ്റിൻ്റെ ആവശ്യങ്ങളുമായിട്ട്? അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ? No, there's nothing conflict with the corporate. In fact, see, Kerala brand is very good. നമുക്കത്ര അല്പം മതിപ്പ് കുറവാണെങ്കിലും, ടേക്സ് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് സെക്ടർ, ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ഒരു മലയാളി നേഴ്സോ ഹെൽത്ത് വർക്കറോ ഉണ്ടെങ്കിൽ അവർ കഴിഞ്ഞിട്ടേ പരിഗണന വേറെ ആൾക്ക് കിട്ടത്തുള്ളൂ. ആളുകൾക്ക് ഇങ്ങനൊരു പസിലാണ് കേരളം. ഹൗ ഇറ്റ്, ഇപ്പോൾ പ്രത്യേകിച്ച് എൻവയൺമെൻറ്റ് കൺസിഡറേഷൻസ് ഇത്രയേറെ പ്രാധാന്യം വന്നപ്പോൾ Kerala is being, say, framed in this way. ഏറ്റവും ചെലവ് കുറഞ്ഞ് ഏറ്റവും ഉയർന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുന്ന പ്രദേശം. സോ ഇറ്റ് ഈസ് മോസ്റ്റ് സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി ആൾക്കാരെ താല്പര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇൻ ഗെറ്റിംഗ് കോർപ്പറേറ്റ്സ് ആൻഡ് വേരിയസ് പീപ്പിൾ. അവരോട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻ്റ് ചെയ്യണം, നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് പേര് ഇവിടെ നിന്ന് എടുത്തുകൂടാ, വിൽ ട്രെയിൻ ദം. പക്ഷെ ഇങ്ങനെ കോൺവെർസേഷൻ നടത്താനായിട്ട് ഒത്തിരി പേര് വേണം. ഇതാണ്, ഒരു വർഷം ഈസ് സ്ലൈറ്റ്ലി ഡോണ്ടിങ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ഡൺ.
ടോണി യു ക്യാൻ ടേക്ക് ദ മൈക്ക്. ബട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിജ്ഞാന പ്രൊഡക്ഷൻ ആണല്ലോ, നമ്മൾ യഥാർത്ഥത്തിലൊരു വിജ്ഞാന സമൂഹത്തിൽ വിജ്ഞാനം പ്രൊഡക്ഷൻ നടത്തണം, ഉപഭോഗം മാത്രമല്ലാതെ. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടോ? ഐ തിങ്ക് വളരെ പിന്നിലാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ, ഒരു കൺസേൺ ആണ്. ആർ വി ജസ്റ്റ് യൂസിങ് നോളജ് പ്രൊഡ്യൂസ്ഡ് എൽസ്വെയർ ഓർ ആർ വി ഓൺ ട്രാക്ക് ടു പ്രൊഡ്യൂസ് നോളജ് അവർസെൽവ്സ്? അത് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നോളജ് എക്കോണമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒറിജിനൽ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, പാറ്റൻറ്റ് ചെയ്യാവുന്ന, പാറ്റൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒറിജിനൽ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് PhD ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഒരെണ്ണം, ഇതിലെത്ര എണ്ണം ആക്ച്വലി ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നു, ആപ്ലിക്കബിൾ ആയിരിക്കുന്നു? പലരും PhD വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നതല്ലാതെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? സോ എൻ്റെ ഒപ്പീനിയനിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ നമ്പർ യു പ്രൊഡ്യൂസ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വാല്യൂ, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി. സോ അവിടെയും ഒരു ഇഗെയിൻ ഡിമാൻഡ് സപ്ലൈ ഉണ്ട്. കാരണം നമ്മുടെ നാടിന് വേണ്ടിയ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യണേ, അതോ എൻ്റെ പ്രൊഫസറെയും ഞാനും കൂടെ എങ്ങനെയെങ്കിലും കൂടിയിട്ട് ഒരു ഡിഗ്രി, ഒരു മാസ്റ്റേഴ്സ്, ഒരു PhD എനിക്ക് കിട്ടി ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത്, റൈറ്റ്? അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ ഫണ്ടമെന്റൽ, ഞാൻ ഫുള്ളി അഗ്രി വിത്ത് വാട്ട് ഡോക്ടർ ഐസക് ആൻഡ് ഡോക്ടർ ഉണ്ണി സാർ. പക്ഷേ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് കേരളത്തിലെ പ്രശ്നം തീരില്ല. കേരളത്തിൽ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ എന്താ പറയുക, നമ്മളത് മനസ്സിലാക്കാതെ, അത് അഡ്മിറ്റ് ചെയ്യാതെ, അത് ഫിക്സ് ചെയ്യാതെ ഒരു കാര്യവും നടക്കത്തില്ല. പിയർ ലെവലും മറ്റേ അലൂമിനെ വിചാരിച്ചാൽ ഒന്നും തീരുന്ന പ്രോബ്ലം അല്ല ഇവിടെ തന്നെ ഇരിക്കുന്ന. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോഴേ മക്കളെ നാട് കടത്തുകയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യാൻ പോകുന്നത്. അഥവാ പോകാൻ പറ്റില്ലെങ്കിൽ 12 കഴിയുമ്പോൾ വിടും, അഥവാ പോകാൻ പറ്റില്ല ഡിഗ്രി കഴിയുമ്പോൾ വിടും, അഥവാ പോകാൻ പറ്റില്ല ജോലിക്ക് വേണ്ടി വിടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അത് നമ്മൾ മാറ്റണം. അതെങ്ങനെ മാറും? തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ 1960 തൊട്ട് ഓൾമോസ്റ്റ് ആ സമയം തൊട്ട് എല്ലാ വർഷവും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർ, അന്ന് ഡിഗ്രി കഴിയുന്നവർ നാട് വിടുകയായിരുന്നു മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിഗ്രി പഠിക്കാനും കൂടെ നാട് വിട്ടതാണ്. കുറച്ചാൾ കഴിയുമ്പോൾ 12ാം ക്ലാസ് പഠിക്കാനും വിട്ടു. ഇപ്പം 10ാം ക്ലാസ്സിന് മുമ്പേ നാട് വിടുകയാണ്, റൈറ്റ്? അതെന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഡിറ്റീറിയേറ്റ്. അത് ഫിക്സ് ചെയ്യണം. അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ ഫിക്സ് ചെയ്യണം. അത് ചെയ്യാത്തിടത്തോളം കാലം ഒരു കാര്യവും നടക്കത്തില്ല. ഞാൻ പിന്നെ പറയാനുണ്ട്, പക്ഷേ ഞാനിതിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ബിക്കോസ് ഐ നോ വി ക്യാൻ ടോക്ക് മോർ. അതെ, എനിക്ക് തോന്നുന്നു കുറേ ബിഹേവിയറൽ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ടാവും ഈ കുട്ടികളുടെ ഈ പലായനത്തിന്. ഇപ്പം നേരത്തെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ആൾക്കാരോട് ഇപ്പോൾ റിസ്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ജിയോഗ്രഫിക്കൽ മൂവ്മെൻറ്റിൻ്റെ മൊബിലിറ്റിയുടെ കുറവ്. അപ്പം അതുപോലെ തന്നെ ചില സ്റ്റിഗ്മ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചില വൈറ്റ് കോളർ ജോബിനുള്ള പ്രിഫറൻസ് ഇങ്ങനെയുണ്ട്. പിന്നെ ഒരുപക്ഷെ ഇതിനെ മൊത്തത്തിൽ സാറ് ഇത് ആൻസർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പം ടോണി പറഞ്ഞ പോയിന്റ്സിനും കൂടെ. ടോണി പറഞ്ഞ കാര്യങ്ങളോട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടണം, കൂടുതൽ ഉൽപാദനോന്മുഖമായി വിദ്യാഭ്യാസം പുനഃസംഘടിപ്പിക്കണം, തൊഴിൽ കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർക്ക് ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളാവാൻ കഴിയുന്ന രൂപത്തിലുള്ള ശേഷി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം അടിക്കടി ഡിറ്റീറിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലത്തെ അനുഭവങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ലോകത്തെ ഏറ്റവും ഞാൻ ഇന്ത്യയിലെ നമ്പർ 2 യൂണിവേഴ്സിറ്റി, നമ്പർ 2 റേറ്റിംഗുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഫസറായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലും പ്രൊഫസറായിട്ട് പഠിപ്പിച്ചതാണ്. നമ്മുടെ ക്യാമ്പസുകളുടെ റാങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ മാറുന്നുണ്ട്, നമ്മുടെ മെക്കാനിസംസ് മാറുന്നുണ്ട്. പക്ഷേ നമുക്ക് ചേഞ്ചിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പുതിയ സാങ്കേതികവിദ്യ ആകെ സ്വാംശീകരിക്കുന്നതിനും അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ പ്രക്രിയയിലേക്ക് മാറുന്നതിനൊക്കെ പോരായ്മകളുണ്ടെന്ന് പറയുന്ന ടോണി പറഞ്ഞ വിമർശനത്തോട് ഞാൻ യോജിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക് വളരെ ലളിതമായി പറഞ്ഞ ഇത് തൊലിപ്പുറത്തുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പ്രായോഗികമായിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് വിദേശത്തുള്ള അലുമിനിയായിട്ടുള്ള ആൾക്കാർ കുട്ടികളോട് സംവദിക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചിന് വേണ്ടിയാണ്. അത് യഥാർത്ഥത്തിൽ കാരണം അദ്ദേഹം 2021 അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ അന്ന് അത് കേട്ടപ്പോൾ പലരും
പിന്നെ ശുദ്ധ അസംബന്ധമാണ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ വിജ്ഞാന സമൂഹത്തെ സംബന്ധിച്ച് സജീവമായിട്ട് നോളജ് എക്കണോമിയെ കുറിച്ച് സംസാരിക്കുന്നത്. വളരെ വ്യക്തമായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ടെക്നോളജി അന്തർഘടന മാറിയേ പറ്റൂ. അതിന് പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിന് പറ്റുന്ന ടാലന്റ് വേണം. ഇത് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർ ഇത് വിശ്വസിക്കണ്ടേ, ഇത് ചെയ്യാൻ തയ്യാറാവണ്ടേ, ആൾക്കാർക്ക് ഈ ജോലി കിട്ടുമെന്നുള്ള ധാരണ ഉണ്ടാവണ്ടേ. നമ്മൾ തിയറി പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ അതിനൊരു പ്രായോഗിക പരിപാടി ഉണ്ടാവണം. ആ പ്രായോഗിക പരിപാടി എന്നുള്ളതാണ് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ പരിപാടി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അധ്യാപകർ, നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മലയാളികളായിട്ടുള്ള, നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ മലയാളികളെയും അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഈ ഘടകം വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞത് നമ്മൾ തൊലിപ്പുറത്തൊരു മാറ്റമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു 5 ലക്ഷം തൊഴിലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നിശ്ചയമായിട്ടും തുടർച്ചയായിട്ടുള്ള ഒരു മാറ്റത്തിന്, കേരളത്തിലെ ഒരു മാറ്റത്തിന് അത് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് ഒരു സോഷ്യൽ ഡിറ്റർമിനേഷൻ്റെയും ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിൻ്റെയും ഉപാധിയായി മാറിയെങ്കിൽ നമ്മുടെ ഈ വലിയ സങ്കല്പം വിജ്ഞാന സമൂഹം എന്ന് പറയുന്നതിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. ഐ അഗ്രി വിത്ത് യു. നമ്മുടെ വിദ്യാഭ്യാസം ഒത്തിരി മാറാറുണ്ട്. ബിഗ് ചലഞ്ച്. ഞാനൊരു ബെറ്റർ ഓഫ് നമ്മുടെ ഇവിടുത്തെ കോളേജിലെ MA ഒക്കെ പൂർത്തീകരിച്ചതാണ്. ത്രൂ ഔട്ട് ആയിട്ട് വെരി ഗുഡ് റെക്കോർഡ് ആസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ കേമോട്ട് MA പാസ്സായി CDSE ജോയിൻ ചെയ്തപ്പോഴാണ് ഫസ്റ്റ് ടൈം I read a journal. For the first time I read a original work. ഞാൻ സമീപകാലത്ത് ഞാൻ പഠിച്ച കോളേജിലെ കുട്ടികളെ ഒരു സന്ദർഭത്തിൽ വെച്ച് കണ്ടു, MA കുട്ടികളെ. അപ്പം ഞാൻ വിചാരിച്ചു എത്ര മാറിയെന്ന് നോക്കണമല്ലോ. ഞാൻ കുട്ടിയോട് ചോദിച്ചു, ജനറൽ തിയറി വായിച്ചിട്ടുണ്ടോ? So I specifically went, ഈ പുസ്തകം ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? Then I realized we have not traveled very much from them. മാറ്റാൻ പറ്റും, മാറുന്നുണ്ട്, മാറ്റാനും പറ്റും. I for one believe in trying to do in my own way what I want to preach. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത് അധികാരം കിട്ടിയപ്പോൾ യു സ്കെയിൽ ഇറ്റ് അപ്പ്. സി എല്ലാ ക്ലാസുകൾ മുറികളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഔട്ട്ലാൻഡിഷ് എല്ലാ എയ്ഡഡ് സ്കൂളുകളും ചെയ്യണം. ഒരു സ്കൂളിൽ ഞങ്ങൾ ചെയ്തു ഫാൻറ്റാസ്റ്റിക് റിസൾട്ട്. രവീന്ദ്ര മാഷിൻ്റെ ചില സ്കൂളുകളിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് രണ്ടും കൂട്ടിച്ചേർത്തപ്പോഴാണ് എന്നാൽ കേരളത്തിലെ എല്ലാ ക്ലാസ് മുറികളും നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാന്ന് വെച്ചത്. ഈ സ്കില്ലിങ്, ഈ പോസിബിലിറ്റി എവിടെ നിന്നാണ് വന്നത്? വി ഹാവ് എ ഫൗണ്ടേഷൻ. ഐ തിങ്ക് ജോയ് സെബാസ്റ്റ്യൻ മസ്റ്റ് ബി കമ്മിങ് ഹിയർ. You know that we see challenge even there. So we have a foundation. മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഒരു ലൈബ്രറിയുടെ മുകളിൽ 10 കമ്പ്യൂട്ടർ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. 100 പേർക്ക് ഞങ്ങൾ അവിടുന്ന് ഡീസൻറ്റ് ജോബ്സ് കൊടുക്കും. യു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദി ഇൻഡസ്ട്രി. ഈ വലിയ സംവിധാനമൊന്നുമില്ല, മോളിരുത്തി ഡ്രസ് ഇട്ടിട്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നതാണ്. കുട്ടികൾ ചെയ്യുന്നു, ദേ ആർ പ്ലേസ്ഡ്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ഇറ്റ് ബി സ്കെയിൽഡ് അപ്പ്? I was to confess, I mean, my drama indebtedness is to 3 persons. One is Jayashree of Technical University, Saji Gopalan of Digital University, and Dr. Sabus Thomas of Gandhiji. In fact, they along with Unni Krishnan worked for nearly 2 months
having a Zoom meeting almost every other day because you are putting forward a big statement on Kerala. Where to call it knowledge society or knowledge economy? What are the difference between the two and so on? To formulate it. So, I for one take practice very important. നിങ്ങൾ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ സ്കെയിൽ അപ്പ് ചെയ്യാൻ നോക്കുക. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് ഡൺ. താങ്ക് യു. I agree with that. ഇപ്പം വേൾഡ് ഒരു എക്സ്പൊണൻഷ്യൽ ചേഞ്ചിൽ കൂടാണ് പോകുന്നത്. പണ്ടത്തെ നമ്മുടെ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയൽ വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലീനിയർ ആയിരുന്നു. ചേഞ്ചസ് വളരെ വളരെ പതുക്കെയായിരുന്നു വന്നത്. പക്ഷേ ഇപ്പം ഡിജിറ്റൽ എക്കോണമി, നോളജ് എക്കോണമിയിൽ ചേഞ്ചസ് എക്സ്പൊണൻഷ്യലാണ്, ഭയങ്കര വേഗത്തിലാണ് പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേൾഡിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതും അതുപോലെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റഡീസും കാണിക്കുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഏകദേശം 25% എക്സിസ്റ്റിംഗ് ജോലികൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അവ മാറിയിട്ട് പുതിയ ജോലികൾ വരികയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉണ്ടായ ഒരു കുട്ടി 25-ാമത്തെ വയസ്സിൽ ജോലിക്ക് പോകുമ്പം ഇന്നുള്ള ജോലിയിൽ 80% ജോലി കാണില്ല എന്ന്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. ആ ഒറ്റ ബലത്തിലാണ് ഞാൻ ലോകം മുഴുവൻ നടന്ന് എനിക്കിന്ന് ധൈര്യമായിട്ട് പറയാം, എന്താ പറയുക, ടെക്നോളജിയിൽ വൺ ഓഫ് ദ ടോപ്പ് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ് പല ലെവലിൽ ഞാൻ ഇരുന്നിട്ടും ആ തിരുവനന്തപുരം എഞ്ചിനീയറിംഗിൽ പഠിച്ച ആ ഒരു ധൈര്യം, അത് ക്ലാസ് റൂമിനകത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ പുറത്ത് പഠിച്ച കാര്യങ്ങൾ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കേരളത്തിൽ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ വോളിയം നോക്കിക്കഴിഞ്ഞാൽ, അതിന് മാസ് സ്കെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ പറ്റണം, റൈറ്റ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തിരിച്ച് നമ്മൾ ജോബ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ മുമ്പേ നമ്മൾ പറഞ്ഞ ഡോക്ടർ ഉണ്ണിയാണ് പറഞ്ഞത്, നമ്മൾ സെക്യൂർ ആയിട്ടുള്ള ഗവൺമെൻറ് ജോബിലേക്ക് ആൾക്കാർ പൊതുവെ വരുമെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫ്രേസാണ്, സെക്യൂർ ആയിട്ടുള്ള ഗവൺമെൻറ് ജോബ്. അതായത് നമ്മുടെ പ്രൈവറ്റ് ജോബ്സ് ഇൻസെക്യൂർ ആണെന്നുള്ളത്. അമേരിക്കയിൽ പ്രൈവറ്റ് ജോബ്സ് ഇൻസെക്യൂർ അല്ല, ലോകത്ത് വേറെ പല സ്ഥലങ്ങളിലും പ്രൈവറ്റ് ജോബ്സ് ഇൻസെക്യൂർ അല്ല. ഇവിടെ ഇൻസെക്യൂർ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻസാണ്. നമ്മളപ്പോൾ കണ്ടീഷൻസ് മാറ്റിയിട്ട് പ്രൈവറ്റ് ജോബ്സ് നമ്മൾ സെക്യൂർ ആണ് എന്ന് ആൾക്കാർക്ക് തോന്നണം. കാരണം ആദ്യത്തെ ജോലിയിലല്ല കാര്യം, രണ്ടാമത്തെ ജോലിയിലാണ് കാര്യം. കാരണം എനിക്കിന്നൊരു ജോലി ഇവിടെ കിട്ടിയിട്ട് കാര്യമില്ല, നാളെ എൻ്റെ ഈ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ജോലി കിട്ടുമെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ആൾക്കാർ ധൈര്യമായിട്ട് അവിടെ നിൽക്കും. അത് മാറ്റിയെടുക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ജോലി നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ട് ഫാക്ടറീസൊക്കെ തുടങ്ങിയ കാലത്ത് മെഷീനറീസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ മെഷീൻസിൽ തന്നെയായിരുന്നു അതിൻ്റെ കൺട്രോൾസ് ഇരുന്നത്. ലിവേഴ്സൊക്കെ മെഷീനിലായിരുന്നു. അപ്പോൾ മെഷീൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ മെഷീൻ്റെ അടുത്ത് നിന്നിട്ടാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോപ്പ് ഫ്ലോറിൽ കുറച്ചുകൂടി എഫിഷ്യൻസിക്ക് മെഷീൻസ് വെച്ചു. പക്ഷേ അതിൻ്റെ കൺട്രോൾസ് വയേഴ്സ് വെച്ചിട്ട് കമാൻഡ് സെൻറ്ററിൽ മോളിൽ ഇരുന്നിട്ട് നോക്കി. അപ്പോൾ താഴെ മെഷീൻസ് ഓടുന്നുണ്ട്, പക്ഷേ ആൾക്കാർ താഴെയില്ല, മുകളിലാണ്. അപ്പം സേഫ്റ്റി ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വയർലെസ് ടെക്നോളജി വന്നപ്പോഴത്തേക്ക് ഈ വയേർഡ് മാറ്റിയിട്ട് മുകളിൽ വയർലെസ് ആയിട്ട് കമ്പ്യൂട്ടർ വഴി ഇവർക്ക് നോക്കി കാര്യങ്ങൾ ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കമ്പ്യൂട്ടറിലാണ് ഞാൻ നോക്കുന്നത്, താഴേക്ക് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ കമാൻഡ് സെൻറ്റർ എനിക്ക് ഫാക്ടറിയിൽ ആവശ്യം പോലും ഇല്ല, ഫാക്ടറിയുടെ പുറത്ത് വയ്ക്കാമെന്ന്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇവിടെ നിസാനിൽ ഇവിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ കൊണ്ടുവന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാർസ്, ഓട്ടോണോമസ് കാർസിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റ് ശരിക്കും ലോകത്ത് എവിടെ കാർ ഓടിയാലും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മെഷീനുമായിട്ട് ഇന്ന് ഫിസിക്കലി കണക്റ്റഡ് ആവേണ്ട കാര്യമില്ല. അപ്പം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഒരു മെയ്ക്ക് ഇൻ ഡിജിറ്റൽ കേരള എന്നുള്ളൊരു ആശയം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിജിറ്റൽ ജോബ്സ് നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം. അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യത്തിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, റൈറ്റ്? ഇപ്പം ഞാൻ വേൾഡിലെ ഒരു ടോപ്പ് കമ്പനിയുടെ ടെക്നോളജിയുടെ ടോപ്പ് ജോലിയിലിരിക്കുകയാണ്. ഇന്നും എൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഫോണിൽ നിന്നാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ ജോലി എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ശരിയാണ്, ഒഫീഷ്യലി എൻ്റെ ഓഫീസ് ഇന്ന് ആംസ്റ്റർഡാം ആണെങ്കിലും എൻ്റെ ജോലി ഒഫീഷ്യലായിട്ട് തിരുവനന്തപുരം കാണിച്ചാലോ കോട്ടയം കാണിച്ചാലോ കോഴിക്കോട് കാണിച്ചാലോ അതേ ജോലി തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. 6 വർഷം മുമ്പ് ഡാവോസിൽ, ഇപ്പോൾ വേൾഡ് എക്കോണമിക് ഫോറം കഴിഞ്ഞതേ ഉള്ളൂ, ഡാവോസിൽ വേൾഡ് എക്കോണമിക് ഫോറത്തിൽ കേരളത്തെ പറ്റി ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു. അതിപ്പോൾ അത് ആരും കണ്ടിട്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല, കാരണം മലയാളികളല്ല അത് പറഞ്ഞത്. അത് പറഞ്ഞത് ടെക് മഹീന്ദ്രയുടെ CEO CP ഗുണ്ടാനിയുടെ സെഷനിലാണ് പറഞ്ഞത്. അന്ന് ഡോക്ടർ ഉണ്ണി പറഞ്ഞ പോലെ Tier 2 Tier 3 സിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാറുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിസാൻ കേരളത്തിൽ വന്നത് ഒരു എക്സാമ്പിളായിട്ട് ഇവർ പറയുമായിരുന്നു. അതായത് ആൾക്കാർക്ക് ഇന്ന് താമസിക്കാനും ജീവിക്കാനുമുള്ള സൗകര്യമുള്ള സ്ഥലത്ത് നിൽക്കും ആൾക്കാർ, അങ്ങോട്ട് ജോലി പോകും. അത് നമ്മൾ മാറ്റിയെടുക്കണം. അതിനുള്ള PR, അതായത് പുറത്തുള്ള ആൾക്കാരുടെ 2 കണ്ടീഷൻസ്
എനിക്ക് ഇന്ന് ഇവിടെ ജീവിക്കണമെങ്കിൽ, സോറി ഞാൻ സമയം ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നിസാൻ ഇവിടെ വന്നപ്പം ലോവൻ ജോലി, അതായത് എൻട്രി ലെവൽ കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. CET നിന്ന് നമ്മൾ കുറച്ച് പിള്ളേരെ ഹയർ ചെയ്തു, നല്ല ശമ്പളത്തിൽ തന്നെ ഹയർ ചെയ്തു, നല്ല പിള്ളേരെയും കിട്ടി, ഒരു കുഴപ്പമില്ല. സീനിയർ ലെവലിൽ 3-4 പിള്ളേരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ചെറിയ 3-4 പേരേ ഉള്ളൂ, എനിക്ക് എത്ര പൈസ കൊടുത്തിട്ട് വേണമെങ്കിലും അവരിവിടെ കൊണ്ടുവരാം. പക്ഷേ മിഡിൽ ലെവൽ മാനേജേഴ്സ് കേരളത്തിൽ കിട്ടാൻ ടെക്നോളജിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവരെ പൂനെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ലോകത്ത് വേറെ പല സിംഗപ്പൂരിൽ നിന്നൊക്കെ നമ്മൾ നല്ല ശമ്പളം കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പലപ്പോഴും ഇവർ വരുന്നത് എപ്പോഴാണ്, കോളേജ് തുടങ്ങുന്ന സ്കൂൾ തുടങ്ങുന്ന സമയത്തൊന്നും അല്ലല്ലോ. അപ്പം അവർ പറയും, ഒക്ടോബർ വരുന്ന ആളാണ് പറയും, അയ്യോ ഞാൻ ജൂണിൽ എൻ്റെ ഫാമിലിയെ മാറ്റാം, കാരണം പിള്ളേർ പഠിക്കുക, പിള്ളേരുടെ സ്കൂൾ അനുസരിച്ചിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവർ ഒക്ടോബറിൽ വരും, വന്ന് ഒരാഴ്ച ട്രാവൽ ചെയ്ത് 2 ആഴ്ച ട്രാവൽ ചെയ്ത് 3-ാമത്തെ ആഴ്ച നമുക്ക് കുറച്ച് ഫ്ലൈറ്റ് ക്യാൻസലാവും, 4-ാമത്തെ ആഴ്ച അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഭാര്യമാരിവിടെ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇവർ ബാംഗ്ലൂർ നല്ല എന്താ പറയുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുകയാണ്. അതിനകത്ത് നല്ല ഇതുണ്ട്, എന്താണ് കമ്മ്യൂണിറ്റി സെൻ്റർ ഉണ്ട്, അതിനകത്ത് താമസിക്കാൻ ക്ലബ്സ്, പിന്നെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ ക്ലബ്സ് ഉണ്ട്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവും കൂടെ 10 മണിക്ക് പോയിട്ട് ഡിന്നർ കഴിച്ച് അതിനോട് ഒരു സ്മോളും കൂടെ അടിക്കണമെങ്കിൽ പോകാൻ സ്ഥലമുണ്ട്, റൈറ്റ്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജോലി കഴിഞ്ഞ് മുഖത്തോടെ പോകുന്ന നോക്കിയിരിക്കണം, റൈറ്റ്? അപ്പോൾ പതുക്കെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ ഇയാൾ പറയുമോ എന്നെ ഭാര്യ പോവുകയെന്ന് തോന്നുന്നില്ല, ജൂണാകുന്നതിനും അങ്ങനെ രാജ്യമായിട്ട് അങ്ങനെ പാട്ടിന് പോകും. നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഒന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂള്, പിന്നെ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ക്ലബ്സ്, കഴിക്കാനുള്ള സ്ഥലങ്ങൾ. കള്ളു കുടിക്കാൻ, അല്ല രാത്രി 11 മണിയാകുമ്പോൾ പോലീസുകാരൻ വന്നിട്ട് നമ്മളെ മീശ വിരിച്ച് വിരട്ടി ഓടിക്കുകയാണ്, പോടെ വീട്ടിൽ പോടെ, കള്ളു കുടിച്ചതൊക്കെ മതിയെന്ന്. ടെക്നോപാർക്കിൽ പിള്ളേർ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന 11:30-ാണ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാതെ നമ്മളൊരു നോളജ് എക്കോണമിയിൽ നമ്മൾ കുറച്ച് സപ്ലൈ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെർട്ടിനന്റ് പോയിന്റ്സ് ആണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ സ്റ്റുഡൻസ് ഇങ്ങനെ പാലായനം ചെയ്തതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നപ്പോഴും വൺ ഓഫ് ദ പോയിന്റ്സ് ദാറ്റ് കെയിം അപ്പ് വാസ് നൈറ്റ് ലൈഫ് അവന്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കുറച്ച് അംശം സാറും ടച്ച് ചെയ്തു, സോഷ്യൽ ലൈഫ് ജനറലി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചർച്ചയിൽ ഇനി പിന്നെ അടുത്ത ഘട്ടമായിട്ട് കുറച്ച് ഓഡിയൻസ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. So you are talking about students migrating from Kerala, right? Maybe because they seek for quality education and all. But what I understood is like we cannot expect, or we are not seeing all the students going for fetching higher quality education. Majority of the students, they end up in some of the mediocre universities. There are a lot of documentaries and even research which has been done on that. And what happens is like they just want to really escape from Kerala, right? And they go there and do some jobs like in restaurant. I'm not underestimating the job. It is good. Even that culture is slowly starting in Trivandrum also. We know that there are students who are working in Swiggy and such freelancing jobs, and they're earning, and they earn while they learn, right? So that culture is being inculcated here also. But what else? Apart from that, what type of ecosystem change you recommend for that we can attract or we can retain our students in Kerala and they can pursue higher education here itself? ഇത് ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഞങ്ങളൊക്കെ എഞ്ചിനീയർ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ബാംഗ്ലൂരേക്ക് സ്ഥലം വിടുക. കേരളത്തിൽ ആർക്കും ജോലി വേണ്ട. ഞങ്ങളെല്ലാവരും PSCക്ക് രജിസ്റ്റർ ചെയ്താലും ആദ്യം നാട് വിട്ട് നേരെ പോകുന്ന ബാംഗ്ലൂരിലേക്കായിരുന്നു. കാരണം എന്താണ്, അവിടെ പബ്സ് ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്പോൾ നമ്മുടെ ആ പ്രായത്തിൽ നമ്മളെ പലതും അട്രാക്ട് ചെയ്യുന്ന അങ്ങനത്തെ കുറേ സോഷ്യൽ കാര്യങ്ങളുണ്ട്. 1. 2, പലരും പോകുന്നത് ചെറിയ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും UK എത്തിപ്പറ്റിയാൽ, എനിക്ക് എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ എത്തിപ്പറ്റിയാൽ, എന്തെങ്കിലും എന്താ പറയുന്നത് വളരെ മീനിയൽ ജോബ് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടിലും എനിക്ക് പ്രോബ്ലി കാശ് കൂടുതലുണ്ടാക്കാം, ജോലിക്കുള്ള ചാൻസ് കൂടുതലുണ്ട്. ആസ് ഓഫ് നൗ നമുക്ക് 24% നമുക്ക് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ശരിയാണ് ഒരു പരിധിവരെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഒരു ലീനിയർ ഗ്രോത്തേ ഉള്ളൂ. നമുക്കൊരു നല്ല ലെവലിലേക്ക് ഒരു ഗ്രോത്ത്, നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ അംബീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ കാലത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു എന്ന് വരും. സോ എൻ്റെ ഒപ്പീനിയനിൽ നല്ല 3-4 യൂണിവേഴ്സിറ്റീസ് വന്ന് കഴിഞ്ഞാൽ തന്നെ ഇൻഡസ്ട്രീസ് നാച്ചുറലായിട്ട് വരും. അങ്ങനെ ഇൻഡസ്ട്രീസ് 3-4 ഇപ്പോൾ വിഴിഞ്ഞം നമുക്ക് തിരുവനന്തപുരത്ത് വരികയാണ്, റൈറ്റ്? ആ വിഴിഞ്ഞം പോർട്ട്, ഞാൻ പലപ്പോഴും വിഴിഞ്ഞത്തിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും വിഷമം വരാറുണ്ട്. കാരണം നമ്മളിപ്പോഴും അതിനെ ഒരു കയറ്റി ഇറക്കുമതിക്കുള്ള ഒരു പോർട്ടായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പോർട്ട് അങ്ങനെയല്ല. പോർട്ട് ഒരു ഈക്കോ സിസ്റ്റമാണ്. പോർട്ടിൻ്റെ സൈഡിൽ ഒരു ഓട്ടോമോട്ടീവ് ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല കമ്പോണൻറ്റ് മാനുഫാക്ചറേഴ്സ് വരും.
അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ പലതും വരും. നമ്മളിപ്പോഴും മദർ ഷിപ്പിൽ നിന്ന് ചെറിയ ഷിപ്പിലേക്ക് സാധനം മാറ്റുന്നു, അത് വെക്കാൻ വേണ്ടി നമ്മൾ ഗോഡൗൺ ഉണ്ടാക്കുന്നു. അതിലല്ല കാര്യം. സോ നമ്മൾ ചിന്തിക്കുന്ന ആ കൺസ്ട്രെയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ കൺസ്ട്രെയിൻഡ് തിങ്കിങ് മാറ്റിയിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുക. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ തന്നെ മാറിക്കോളും. ഈ സിംഗപ്പൂർ ആയതും ടോക്കിയോ ആയതും ന്യൂയോർക്ക് ആയതും ഒന്നും ഓട്ടോമാറ്റിക്കായിട്ടല്ലല്ലോ. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു, ഓരോ പോർട്ടിൻ്റെ സൈഡിൽ വന്നു, ഡെവലപ്മെൻറ്റ് വന്നു, നാച്ചുറലായിട്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ വേറെ സിറ്റീസ് ഉണ്ട്, കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇത് ഓവർനൈറ്റ് നടക്കില്ല. എല്ലാ സ്റ്റേജിലും മാറ്റം അനിവാര്യമാണ്, മാറ്റം വേണം. നമ്മൾ നമ്പർ 1 ആണെന്ന് നമ്മൾ വീട്ടിനകത്ത് പറഞ്ഞു, വീടിന് പുറത്ത് പറഞ്ഞു, പക്ഷേ വീട്ടിനകത്ത് നമ്മൾ എപ്പോഴും നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മൾ കംപ്ലീസൻ്റ് ആവും. അത് മാറ്റിയെടുക്കും. Hi Tony, my question is to you. My name is George. I also run an alternative school in Trivandrum. So the trend, I also work with a lot of college students as a trainer. So ഞാൻ പലപ്പോഴും കുട്ടികളുമായിട്ട് interact ചെയ്യുമ്പം one thing I've noticed, even the professors in colleges say that most of the CBSE, ICSE school top പിള്ളേർ, they migrate to other cities like Chennai, Bombay or Bangalore. And then the latest trend of kids moving to Germany or Europe and Australia and Canada. So the last lot is what end up in going to our colleges here. And now the latest trend is kids are stopping to go to colleges. They are probably going for 1-year diploma or 2-year online programs with Lakshya or X and Y companies where they're trying to get some jobs. But the sad reality is, നമ്മൾ ടെക്നോ പാർക്കിലെ ഇൻഫോ പാർക്കിലെ കാര്യമൊക്കെ എടുക്കുമ്പോൾ most of these kids end up getting jobs which start a salary of about 15,000, 20,000. I cannot imagine someone who has spent 3 years or 4 years degree spending lakhs of rupees and then ending up doing a job which pays them 15,000-20,000 rupees. But we say that it's a big thing. We are able to give them jobs. You know, our kids are getting jobs. The parents are so happy because they are going to Technopark. The Infosys-ന്റെ ഒരു 12-13 വർഷം മുമ്പുള്ള സ്റ്റാർട്ടിംഗ് സാലറി വാസ് അബൌട്ട് 23,000 I think, which today is about 26,000. And Mr. Murthy is saying that kids need to work for 80 hours. But the starting salary, unfortunately, over 13 years is still 26,000. So the corporates are not ready to pay these young kids that are coming out of colleges. This is one of the not talked about reason why a lot of kids are migrating. They are happy doing a McDonald's job in Canada or staying as an illegal migrant because they're getting $20 per hour. So, and people in Canada here think that they're happy in Canada. I mean, that's a different scene. But how do you view this scenario, Tony? See, corporates ശമ്പളം പലരും കുറച്ചാണ് കൊടുക്കുന്നത് കേരളത്തിൽ. അത് വളരെ ഒരു ഫാക്റ്റാണ്. ഞാൻ എൻ്റെ റിയൽ സ്റ്റോറി പറയാം. നിസാൻ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം സാലറി ഇവിടെ ബെഞ്ച് മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് കേരളത്തിൽ അന്ന് കൊടുത്തിരിക്കുന്ന ഏറ്റവും കൊടുക്കുന്നത് 3.6 lakhs സംതിങ് ലൈക്ക് ദാറ്റ് പെർ ഇയർ ആണ് ഫ്രഷ് ഗ്രാഡ്സിന് കൊടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കൊടുക്കുന്നത് 7.5 ലക്ഷം, മുംബൈയിൽ കൊടുക്കുന്നത് 9 ലക്ഷം. ഞാൻ പറഞ്ഞു കേരളത്തിൽ എൻ്റെ പിള്ളേർക്ക് ഞാൻ 9 ലക്ഷം കൊടുത്തിട്ട് ഞാൻ ഹയർ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഹയർ ചെയ്ത് സെയിം സാലറി ഇന്ത്യയിൽ എല്ലായിടത്തും മാക്സിമം കൊടുത്ത സാലറി കൊടുത്തിട്ടാണ് നമ്മൾ കേരളത്തിൽ ഹയർ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് നമ്മളുടെ കഴിവ് ആരെക്കാട്ടിലും സബ്സ്റ്റാൻഡേർഡ് അല്ല, റൈറ്റ്? പക്ഷേ നമ്മളുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഡിമാൻഡ് സപ്ലൈ ഇക്വേഷൻ ആണ്. ഇവിടെ ജോബ് സീക്കേഴ്സ് ആർ ഹയർ ദാൻ ദ ജോബ്സ്. അപ്പം നമ്മൾ നല്ല കുറേ ജോബ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെ കിട്ടാതാവുമ്പോഴത്തേക്ക് ഇത് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ ശമ്പളത്തിലൊന്നും കാര്യമില്ല. എൻ്റെ ആദ്യത്തെ ശമ്പളം 1,200 രൂപയായിരുന്നു. 800 രൂപ ബേസ് സാലറിയും 400 രൂപ എന്ന അലവൻസ്, ജീവിക്കാനുള്ള അലവൻസ്, കാരണം വീടിന് ദൂരെ നിന്നായിരുന്നു, റൈറ്റ്? അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. കാരണം അതിനുശേഷം നമ്മൾ ശമ്പളം അവസാനത്തെ 20-25, പലപ്പോഴും നമ്മൾ ആദ്യം 200 രൂപ കൂടി ജോലി ചെയ്തിട്ട് കാര്യമില്ല. സോ എൻ്റെ ഒപ്പീനിയനിൽ 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എഡ്യൂക്കേഷൻ ലെവൽ നന്നായി കഴിഞ്ഞാൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഇങ്ങോട്ട് വരും. ഞാൻ നേരിട്ട് പറഞ്ഞ് 4 കമ്പനിയെ ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. നിസാൻ കൂടാതെ ടെക് മഹീന്ദ്ര ഉണ്ടായിരുന്നു, ഫുജിറ്റ്സു ഉണ്ടായിരുന്നു, ഹിറ്റാച്ചി ഉണ്ടായിരുന്നു, പിന്നെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഒക്കെ ഇവിടെ വരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് അവരൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. അവരെന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് അവിടെ ഇവിടെ ഇല്ല? ഇത്തരം അത് വേൾഡ് ലീഡേഴ്സാണ് ഈ കമ്പനികളെല്ലാം. അവരെന്തുകൊണ്ട് ഇവിടെ നിന്നില്ല, ഇവരിവിടെ നിൽക്കാതെ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു 5-6 കമ്പനി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഹൈദരാബാദിൽ ശമ്പളം കൂടുന്നത്, എങ്ങനെയാണ് ചെന്നൈയിൽ ശമ്പളം കൂടുന്നത്? അവിടുത്തെ ശമ്പളം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലിക്കുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ജോലികളുണ്ട്, ആൾക്കാരെ ഡിമാൻഡ് ചെയ്യണം. വേറെ നാടുകളിൽ നിന്ന് പോയിട്ടാണ് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. ആ സ്ഥിതി നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മളെ കൊണ്ട് പറ്റാതിരിക്കുന്നതല്ല. നമ്മളെപ്പോഴും ഗവൺമെൻറ് ജോലിയിൽ സേഫ്റ്റി നെറ്റിൽ ഗവൺമെൻറ് ജോലി ഇല്ലാതായി കഴിഞ്ഞുണ്ടല്ലോ പൊതുവെ കേരളം നന്നാവും.
ടോട്ടോച്ചാൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ടോബിയോ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഭയങ്കര പഠിക്കുന്നതൊക്കെ എല്ലാം മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്, കാണാതെ പഠിക്കാനൊന്നുമില്ല. അതേപോലത്തെ ഒരു സ്കൂൾ നമുക്ക് കേരളത്തിലോട്ട് കൊണ്ടുവന്നാൽ എന്താ? ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഒരു എക്സാം എന്നൊക്കെ പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിച്ചിട്ട് എഴുതാനുള്ള കഴിവിനെയാണ് അസസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ എക്സാമിനൊരു GK-യുടെ ഒരു എക്സാം ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 4 ഒളിമ്പിക് ഇനങ്ങളുടെ പേരെഴുതാൻ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒളിമ്പിക്സിലൊക്കെ പോയിട്ടുള്ള ഒരു ആൻറ്റി ആയിരുന്നു. ഞാൻ ആ ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പം ഞാൻ എഴുതി 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, 800 മീറ്റർ, 4 എണ്ണം എഴുതാൻ പറഞ്ഞതിന് ശേഷം ഞാൻ 9 എണ്ണമാണ് എഴുതിയത്. എന്നിട്ട് ആ ടീച്ചർ അത് മൊത്തം വെട്ടിയിട്ട് ടീച്ചർ പറഞ്ഞു, ഇത് എന്തിനാ ഇത്ര എഴുതുന്ന, ആകെ അത്ലറ്റിക്സ് എന്ന് പറയുന്ന ഒറ്റ വാക്ക് എഴുതിയാൽ പോരെ. ഇത്രയും പോലും ഞാനിപ്പോൾ എഴുതിയത് 150 എന്നോ 50 എന്നോ ആയിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത്രയും പോലും അറിയാൻ മേലാത്ത അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കെങ്ങനെ വിജ്ഞാനമുള്ളവരാകാൻ പറ്റുന്നത്? അധ്യാപകർ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അധ്യാപകനാണ്, എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. അതുകൊണ്ട് അധ്യാപകർക്ക് വിവരമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന രീതി തെറ്റാണ്. ഞാൻ പുറത്താണ് പഠിച്ചത്, +2 വരെ ഞാൻ പുറത്താണ് പഠിച്ചത്. O ലെവലും A ലെവലും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നത്. ഞങ്ങളവിടെ കാണാതെ പഠിച്ചിട്ടില്ല, ഞങ്ങൾ ബേസിക്സ് ആണ് പഠിച്ചത്, മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ ഞാനും ഡോക്ടർ ഉണ്ണികൃഷ്ണനോട് ഇത് പറഞ്ഞ് ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുണ്ടായി. ഞങ്ങളിപ്പോൾ കൺവെക്ഷൻ കറണ്ടിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? കോൾഡ് എയറിന് ഡെൻസിറ്റി കൂടും, അത് താഴേക്ക് വരും. ഹോട്ട് എയറിന് ഡെൻസിറ്റി കുറവാണ്, അത് മുകളിലേക്ക് പോകും. അപ്പം നമ്മൾ അങ്ങനെ പഠിക്കും, നമ്മൾ അതിൻ്റെ ബേസിക്സ് പഠിക്കും, തിയറി പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർമുല കാണാതെ പഠിക്കില്ല, തിയറിയിൽ നിന്ന് നമ്മൾ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പഠിക്കും. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ റെഫ്രിജറേറ്റർ, കൺവെക്ഷൻ റെഫ്രിജറേറ്ററിൽ ഫ്രീസർ മുകളിലും മറ്റുള്ളത് താഴെ? അങ്ങനെയാണ് ചോദ്യം വരുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ചിന്തിക്കും ഫ്രീസർ എന്തുകൊണ്ട് മുകളിൽ, ഫ്രീസർ മുകളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും തണുത്ത ഭാഗം മുകളിൽ വയ്ക്കുമ്പോൾ അവിടെ എയർ തണുക്കുമ്പം ആ ഹെവി എയർ താഴേക്ക് വരും, താഴെയുള്ള ചൂട് എയർ മുകളിലേക്ക് പോകും. അങ്ങനെ റെഫ്രിജറേറ്റർ എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യും, റൈറ്റ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് ഫോർമുല ഇപ്പോഴും കാണാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പേപ്പർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉപയോഗിച്ചിട്ടുള്ള മാത്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്, ഫിസിക്സ് ഒക്കെ എഴുതാൻ വേണ്ടി. കാരണം പേപ്പർ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഫോർമുല ഡിറൈവ് ചെയ്ത് ചെയ്യാനേ അറിയത്തുള്ളൂ. ഒരു എക്സാമ്പിളുകൾ പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യം ചെല്ലുന്നു, ഫസ്റ്റ് ലാബിൽ പോവാണ്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഇവിടെ എന്താണ് ലാബ് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു വലിയ സാധനമാണ്. എനിക്കത് ആദ്യമായിട്ടാണ് എനിക്ക് റെക്കോർഡ് ബുക്ക് കിട്ടുന്നത്. അപ്പോൾ റെക്കോർഡ് ബുക്ക് കിട്ടിയിട്ട് ഞാനത് റെക്കോർഡ് ബുക്കുമായിട്ട് ഞാനിങ്ങനെ ലാബിൽ ചെന്നു എന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സാറ് നോക്കിയിട്ട് പറഞ്ഞു, ഇതിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലല്ലോ. സാറ് പറഞ്ഞു, അങ്ങനെയല്ല, നീ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് നീ എല്ലാം പഠിച്ച് നീ ഇതിനകത്ത് എഴുതിക്കൊണ്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നിന്നെ കൊണ്ട് ഞാൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സാറിനോട് സാറേ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന്, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ കാണാതെ പഠിക്കുക, നമ്മളിവിടെ നോളജ് അല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, നമ്മളിവിടെ മെമ്മറിയാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ പ്രൈമറി തൊട്ട് മുകളിലേക്ക് മാറ്റണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞങ്ങൾ US പാസ്പോർട്ട് ഹോൾഡറാണ്, എൻ്റെ 2 മക്കളും ഞങ്ങളും. പക്ഷേ എൻ്റെ 2 മക്കളെ ഞാൻ അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഞാൻ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്താണ്. എൻ്റെ മോള് ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ മോൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞത്. പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാനും പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാം മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് നന്നാക്കിയെടുക്കണം. നമ്മളെപ്പോലുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം. കേരളം നല്ല സ്ഥലമാണെന്ന് ഞാൻ പറയുക മാത്രമല്ല, ഞാനിവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം നന്നാക്കണമെന്ന് ഞാൻ പറയുക മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കണം, നമ്മളെല്ലാവരും അതിനുവേണ്ടി ശബ്ദിക്കണം. കാരണം നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു മാർക്ക് ട്വെയിൻ, ഇംഗ്ലീഷ് അമേരിക്കൻ റൈറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ നെവർ അലൗഡ് മൈ എഡ്യൂക്കേഷൻ ടു കം ഇൻ ദ വേ ഓഫ് മൈ ലേണിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പല ഇന്നോവേറ്റീവ് മെത്തേഡ്സും ഉണ്ട് നമുക്ക് പഠിക്കാനെന്നുള്ള സൂചനകൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുകയുണ്ടായി. ഒരു ഫൈനൽ റിമാർക്ക് പറയാനായിട്ട് ഞാൻ എസ് സാറിനോട് ആവശ്യപ്പെടാണ്. വിജ്ഞാന കേരളത്തിൻ്റെ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു ഫൈനൽ റിമാർക്കോടുകൂടി നിർത്താം. ടോണി വളരെ ക്രിട്ടിക്കലായിട്ട് കേരളത്തിൻ്റെ പരിമിതികളെ സംബന്ധിച്ച് പറഞ്ഞു. അതൊക്കെ വളരെ പ്രധാനമാണ്. കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടാവണം. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പരിമിതികളെക്കുറിച്ചുള്ള ആ ബോധ്യം തന്നെയാണ് മുന്നോട്ടുള്ള പോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ 1-2 അനുഭവങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഈ 2021 ബഡ്ജറ്റ് ഡോക്ടർ ഐസക് ഉന്നയിച്ചപ്പോഴും പലരും ഉന്നയിച്ചൊരു പ്രശ്നം ഇതാണ്: അദ്ദേഹം ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിൻ്റെ പാതയിലാണോ എന്ന് പലരും ചോദിക്കുകയുണ്ടായിരുന്നു. അന്ന് അതിന് മറുപടി യഥാർത്ഥത്തിൽ
അതിനുശേഷമാണ് സി ബാലഗോപാലിൻ്റെ ബിലോ ദ റഡാർ എന്ന് പറയുന്ന പുസ്തകം വന്നപ്പോഴാണ് കേരളത്തിൽ 135ഓളം MSMEകൾ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട കാലിക്കറ്റിലെ ഫുട്വെയർ ക്ലസ്റ്റർ, അതുപോലെ തന്നെ മൂവാറ്റുപുഴയുള്ള ഡെന്റൽ ഇംപ്ലാന്റ്, അതുപോലെയുള്ള സ്പൈസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ MSMEകൾ കേരളത്തിലെ പിന്നെ അപ്ലൈഡ് സയൻസ് ബാക്ക്ഗ്രൗണ്ടും കേരളത്തിലെ എക്കോസിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ട് ഒരു നോളജ് സൊസൈറ്റി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞു. ഇതൊന്നും ഒരു കംപ്ലൈസൻസിക്ക് വേണ്ടിയല്ല. ടോണി പറഞ്ഞ വളരെ കറക്റ്റാണ്. എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പരിമിതികൾ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ സാധ്യതകളും കാണണം. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ സാധ്യതയാണ് ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ വിജ്ഞാന കേരളത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് മുഴുവൻ കേരളത്തിലെ ജനത അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ വിജ്ഞാന സമൂഹത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ വലിയൊരു ചുവടുവയ്പ്പായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതാണ് എനിക്ക്